ഞാൻ അബദ്ധത്തിൽ അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കുടിച്ചാ ഇവിടെ എല്ലാവർക്കും ലോകം അവസാനിച്ച പോലെയാ. പക്ഷേ ഈ മഹാരാജയ്ക്ക് വേണ്ടി ഇവിടെ എല്ലാരും ഒന്നിച്ചു നിൽക്കാം. എനിക്കിതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. അമ്മയോടെ ഇതൊക്കെ പറഞ്ഞാലേ ശരിയാവൂ. പക്ഷേ എങ്ങനെ? എങ്ങനെയെന്ന് ചോദിച്ചാ അതിനുള്ള വഴി കിട്ടി. എന്തായി ചെയ്യുന്ന? തലമുട്ടില്ലേ? അങ്ങോട്ട് വെക്ക്. എന്റെ കയ്യിലെ മുട്ടുന്നേ. गजब है कहानी, गजब है फसाना है रिश्ता ये कैसा किसी ने न जाना. अलग है मिजाज एक दूजे से बिल्कुल पर चल रहा कारवां. ആഹാ, എന്താ ഏട്ടാ ഇത്? കൺട്രോൾ ഇന്നല്ലാതെ അടി വെച്ചെന്നുണ്ടല്ലോ. അതെടുക്ക്. ഒരു കാര്യം മാത്രം ഓർമ്മ വെച്ചോ, ഇന്നു മുതൽ ഇഷയുടെ നിശ്വാസത്തിന് പോലും നിന്റെ കാവലുണ്ടായിരിക്കണം. ചേട്ടാ, ഏട്ടത്തി ഇന്നലെ മുതൽ കല്യാണ വേഷത്തിൽ തന്നെയാ കിടക്കുന്നത്. നമ്മുടെ ഡ്രസ്സുകളൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. അത് പാകം ആവത്തുമില്ല. ഏട്ടത്തിക്ക് കുറച്ച് പുതിയ ഡ്രസ്സുകൾ വേണ്ടി വരും. നമസ്കാരം സൂര്യേട്ടാ. വരൂ വരൂ, ലേറ്റസ്റ്റ് കളക്ഷൻ വന്നിട്ടുണ്ട്. ഇന്നലെ എത്തിയുള്ളൂ. നോക്കിയേ, സൂപ്പർ ടീഷർട്ട്. അത് എനിക്ക് ടീഷർട്ട് വേണ്ട. ഈ സാരിയോ ടോപ്പോ പെൺകുട്ടികളുടെ ഡ്രസ്സാ വേണ്ട. ആ, അല്ലേലും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ സന്യാസിയായാലും ഗൃഹസ്ഥനായേ പറ്റൂ ചേട്ടാ. എന്നാൽ ഇതൊന്ന് നോക്കി, പ്യൂർ സിൽക്കാ. ദേ ഒന്ന് എടുത്തു നോക്കിയേ, സാധനം നമ്പർ 1 ക്വാളിറ്റിയാ. നോക്കിയേ. എന്താ ചെയ്ത? മാറ്റി പിടിക്കാൻ കൊണ്ട് കഷ്ടം. എന്നാ സൈസ് ഒന്ന് പറഞ്ഞാൽ മതി. സ്മോളോ ലാർജോ മീഡിയോ ഏതെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ആ സൈസ് എടുക്കാം. സൈസോ? ചേട്ടത്തിയായിട്ട് ഇപ്പോഴും സെറ്റ് ആയില്ലെന്ന് തോന്നുന്നു അല്ലേ? തെണ്ടിത്തരം പറഞ്ഞ ഒറ്റ ഒരെണ്ണം ഇട്ട് തരും, പറഞ്ഞേക്കാം. പോട്ടെ, ഒരു കാര്യം ചെയ്യും. ഈ 3 ഡ്രസ്സും 3 സൈസിൽ പാക്ക് ചെയ്യും. 3 സൈസോ? ആ, എന്താ ഇല്ലേ? ഉണ്ട് ചേട്ടാ. പിന്നെന്താ നോക്കി നിൽക്കുന്ന? പാക്ക് ചെയ്യേ. പാക്ക് ചെയ്തു. ഇതാ പിടിച്ചോളൂ. ഒന്ന് കുളിക്കാം. അപ്പോ ഒന്ന് ഫ്രഷ് ആവുമല്ലോ. ബാത്റൂം
ഇവിടെ ഷവറും ഒന്നും കാണുന്നില്ലല്ലോ. ആണെന്നേ, ഈ പണക്കാരുടെ തലയിലെഴുത്തൊക്കെ അവരെക്കാളും ബെസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടല്ലേ നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ മഹാരാജ്ഞി എപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നത്. അല്ല, നീ ഇതെങ്ങോട്ടാ ഇറങ്ങുന്നേ? നിങ്ങളെ മോനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോവാ. ആ പെണ്ണിനെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ടല്ലേ? അതെ, നിങ്ങളുടെ അമ്മ അവരുടെ പണിക്കാരി ആയിരിക്കാം, എന്നെ അതിന് കിട്ടത്തില്ല, മനസ്സിലായോ? പിന്നെ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ അരമണിക്കൂർ ഒറ്റയ്ക്ക് ഇരുന്നെന്നും പറഞ്ഞ് വീട് തലകീഴായി മറിക്കാൻ. ഇഷ മാഡം, ഡ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. പറ്റിയ സൈസ് ഏതാന്ന് വെച്ചാ അതെടുക്ക. ഇഷ മാഡം, ഇഷ മാഡം, ഇഷ മാഡം. ചേടാ, ഇത് എവിടെ പോയി? ഇനി ഇവിടുന്ന് പോയോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. കാവ്യേ, പ്രിയേ, മോണിക്ക് ചേട്ടത്തി, ആരെങ്കിലും ഓടി വരുമോ? ആരെങ്കിലും ഉണ്ടോന്ന്? ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ ഇവരുടെ അസുഖം കൂടുമല്ലോ. പക്ഷെ ഞാനിവരെ തൊട്ട എന്റെ ബ്രഹ്മചര്യം. ഒരു കാര്യം കൂടി പറയാം, സൂരജ് വേണമെങ്കിൽ ജീവൻ കളയാൻ തയ്യാറാണ്, പക്ഷെ ബ്രഹ്മചര്യത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന ആരും വിചാരിക്കണ്ട, മനസ്സിലായോ? അയ്യോ ദൈവമേ, ഇങ്ങനെ എന്നെ പരീക്ഷിക്കല്ലേ. ഞാൻ അങ്ങോട്ട് പറഞ്ഞ വാക്ക് പാലിക്കണോ അതോ ഒരാളുടെ ജീവൻ രക്ഷിക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഇഷ മാഡം, ഇഷ മാഡം, എഴുന്നേൽക്ക്. ഇഷ മാഡം, എഴുന്നേൽക്ക്. ഇഷ മാഡം, ഇഷ മാഡം, ഇഷ മാഡം. എന്റെ പ്രതിജ്ഞ ഒരാളുടെ ജീവനേക്കാളും വലുതാവില്ല. ദൈവമേ, എന്നോട് പൊറുക്കണേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. സൂരജ്, ഓ ഭാഗ്യം, നീങ്കിലും വന്നല്ലോ. വാ വാ, ഒന്ന് പിടിക്ക്. വെള്ളത്തിൽ വീണ് കിടക്ക, പിടിക്ക്. വാ. ഞാൻ അതിന് വന്നതല്ല. എന്തിനു വന്നാണെങ്കിൽ ഒന്ന് പിടിക്ക്, ഒന്ന് പിടിച്ച് കിടത്ത് പ്ലീസ്. വേഗം വന്ന് എഴുന്നേൽപ്പിക്ക് പ്ലീസ്. പിടിക്ക് പിടിക്ക്. വാ. പിടിക്കുമല്ലേ? എന്തായി? നീ ഏതെങ്കിലും രാജ്യത്തെ രാജാവൊന്നും അല്ലല്ലോ. ഏ? തൊട
തുടക്കത്തിൽ തന്നെ 15,000 രൂപയുടെ ഡ്രസ്സാണോ വാങ്ങിച്ചു കൊടുക്കുന്നത്? ബ്രാൻഡഡ് തുണിയാവാൻ കുറച്ച് വിലയൊക്കെ ഉണ്ടാവുമല്ലോ. അവരെപ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ളത് ഇടാറുള്ളൂ. നീ അതൊക്കെ വിട്. പിന്നെ അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവൾക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. ശ്ശെ. ചുമ്മാ എന്തെങ്കിലും വായിത്തോന്ന് പറയും. ഒന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് നീ എത്രമാത്രം മാറിപ്പോയി. ഇതിപ്പോ ഞാൻ കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ ബ്രഹ്മചര്യം മറക്കുമായിരുന്നില്ലേ? അതെ, ഓർക്കില്ലായിരുന്നു. ഞാൻ എന്റെ പ്രതിജ്ഞ തെറ്റിക്കാൻ തയ്യാറായിരുന്നില്ലെങ്കിലേ ആ കുട്ടിയുടെ ജീവൻ പോയ. അവളുടെ അവസ്ഥ എന്താണെന്ന് നീ കണ്ടതല്ലേ? വീട്ടിലാണെങ്കിൽ ആരുമില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കണ്ടു. അവളുടെ അവസ്ഥ മാത്രമല്ല, അവളുടെ അപാര സൗന്ദര്യവും. ഓ, ഇവളിങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് എത്ര കാലം പിടിച്ചിരിക്കാൻ പറ്റും? അങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ നീ നിന്റെ ബ്രഹ്മചര്യം മറക്കുമല്ലോ. നീ വലിയ സ്ട്രോങ് ആണെന്നാണോ സ്വയം കരുതുന്നത്? എന്നാ ഓക്കെ, ആദ്യം എന്റെ കണ്ണിൽ നോക്കി നീ സംസാരിക്ക. അവള് നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവുമ്പോ അപ്പൊ നിനക്ക് ഒന്നും ശരിക്കും തോന്നാറില്ലേ? അതുപോലെ നീ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ നിനക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ലേ? तू ना जरा सा भी मेरी तरह, ना कहीं से मैं तेरी तरह, मिलके भी दोनों हैं अजनबी, कैसी है ये दास्तां, ये दास्तां। പറ. എനിക്ക് നിന്റെ മണ്ടത്തരം കേട്ട് നിൽക്കാൻ സമയമില്ല. വേറെ പണിയുണ്ട്. ഒന്ന് പോയേ. നിക്ക്. പറ.